ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ വൈകുന്നേരത്തെ ചെറിയ വിശേഷം കേട്ടോ. അത് വൈകുന്നേരം മക്കൾക്ക് വരുമ്പോൾ ചോളപ്പൊരി പിടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സ്കൂളിൽ ഇട്ടിരുന്ന് ചോളപ്പൊരി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ് കുറച്ച് തിരുമ്പ് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ചൊന്നല്ല കേട്ടോ, അധികം തന്നെ ഉണ്ട്. അടുത്താണ് ഞാൻ 2-3 ദിവസം മഴ ഇങ്ങനെ ഇതായോണ്ട് വെയിൽ വല്ലാതെ കിട്ടലുണ്ട്, എന്നാലും വല്ല ഉണങ്ങി കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല വെയിലുണ്ട് ഇനിയിട്ട് മഴ ചെയ്തിട്ടേ ഇല്ലേനി. അപ്പം ഈ ഉണങ്ങാത്ത ഫുള്ളും വെയിലത്തിട്ടീനി. അപ്പോൾ ഒക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് ഇനിയിട്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഇരുന്ന് അവിടെ മടക്കി വെക്കാൻ കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ കൂട്ടങ്ങളാക്കിയാണ് മടക്കി വെക്കാൻ കേട്ടോ. പിന്നെ കഴിഞ്ഞപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ കേട്ടോ. പിറ്റേന്ന് രാവിലെ നമ്മൾ ദോശ ഇട്ട് ഉണ്ടാക്കുന്നത്. ദോശയും അതേപോലെ തന്നെ കടലക്കറി ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ദോശ ചൂടുള്ളത് ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ പറയുക. ദോശ കടലക്കറിയും പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ തന്നെ ഇന്നിത്തണ്ട് മിഞ്ഞാന്ന് ഉപ്പിലിട്ടിട്ടില്ല. ഇനി എന്തൊക്കെ അപ്പോൾ 2 ദിവസം കൊണ്ട് ആയിന് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടതാട്ടോ, ഇന്നിത്തണ്ട് ഉപ്പിലിട്ടതാട്ടോ മക്കൾക്ക് കൊടുത്തയക്കണത്. പിന്നെ നമ്മളെ കടലക്കറി ദോശ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കടലക്കറിയും വെച്ചു കേട്ടോ. നമ്മളെ കടലക്കറിയായി. പിന്നെ ഞാൻ ചായ നമ്മളെ കടലക്കറിയൊക്കെ കൂട്ടി ഞാനും ജനമോളും ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പം കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ മക്കളെ വണ്ടി വരാനായിട്ട് 9:15 ആയിട്ടോ. പിന്നെ വേഗം തട്ടി വണ്ടി വരാനായി. വണ്ടി കാത്തിക്കണേ. എന്തിനാ വണ്ടി കാത്തിക്കണേ? ജെന്നെന്തിനാ വണ്ടി കാത്തിക്കണേ? ജെന്നെന്തിനാ വണ്ടി കാത്തിക്കണേ? ബാഗ് കൊടുക്കാനാ? കാക്കൂനി താത്താന് ബാഗ് കൊടുക്കാനാ ആണോ? എന്തി ബാപ്പേ? അതൊക്കെ അതിനെ കണ്ട കക്കുവോ വിളിച്ചിരുന്നു. അങ്ങനെ മക്കളെ വണ്ടിയൊക്കെ വന്നു, ബാഗൊക്കെ കൊടുത്താൽ കഴിഞ്ഞിട്ട് എന്താട്ടിയാ മീൻ പൊരിക്കാൻ വേണ്ടി തന്നോട്ടോ. മീൻ പൊരിയൊക്കെ അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മീൻ പൊരിയും ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ. ചൂടുവെള്ളം വെക്കുക, അങ്ങനെ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ കുറച്ച് പൊടികളൊക്കെ തട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ആൾമാറിൻ്റെ അവിടത്തൊക്കെ നമ്മൾ എത്ര തട്ടിയാലും പിന്നെയും ഉണ്ടാവും ഇങ്ങനെ ആൾമാറിൻ്റെ അവിടെയൊക്കെ പൊടി കേട്ടോ. അപ്പം ഒരു നനയാത്തൊരു തുണിക്കണ്ടെടുത്താണ്ട് തോത്തുന്നത്. ആ പൊടികളൊക്കെ ഒന്ന് തോത്തണല്ലതും എല്ലാ സ്ഥലത്തും ഒരു പൊടി തോത്തണം കേട്ടോ. നനച്ച് തോത്തണില്ല, നനക്കാതെ അങ്ങനെ തോത്തണം കേട്ടോ. എന്നാൽ തന്നെ പൊടി പോരും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തോത്തിൽ 2 ദിവസം കഴിഞ്ഞാൽ അവിടെ പിന്നെയും പൊടി ഉണ്ടാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോത്തണം, അല്ലെങ്കിൽ പൊടി അങ്ങനെ ഉണ്ടാവും പറഞ്ഞ പോലെ. അതേപോലെ തന്നെ ജനാൽമൊക്കെ പൊടി ഉണ്ടാവും. നമ്മുടെ ഈ പൂവൊക്കെ വെക്കുമല്ലോ, ആ പൂവ് വെക്കുന്ന അടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. പൊടിയാണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇലമ്മ അടിയിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊടികളൊക്കെ ജനക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓളോട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ആൾമാറിൻ്റെ കാപ്പി ഇതുണ്ടല്ലോ, അതിമക്കല്ല പൊടി വന്നിരിക്കുമ്പോഴത്തേന് വേഗം മനസ്സിലാവും കേട്ടോ പൊടികൾ. അപ്പോൾ അതൊക്കെ തോട്ടി പിന്നെ നമ്മൾ പൊടിക്കുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടോ. പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ പൂക്കളുമ്മൊക്കെ പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് പൂക്കൾ അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടിയാണ് ഇനിയിട്ട് തന്നെ. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചേരി തുടക്കാനും തിരുമ്പാൻ പോകാനൊക്കെ കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് അടിച്ചുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. കുറേ ആട് ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ലൈക്കൊന്നും അടിച്ചാൽ മതിയല്ലോ കേട്ടോ. അപ്പോൾ ലൈക്കൊക്കെ ചെയ്ത് എല്ലാവരും എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടണേ. അപ്പോൾ ഈ പൂമത്തെ പൊടികളൊക്കെ തട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കാണാതെ നിൽക്കണതൊക്കെ നമുക്കൊന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ പൊടിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ നല്ല പൊടികളും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടോ. പൂവിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടിട്ട് മക്കളിങ്ങനെ എടുത്ത് കളിച്ചോട്ടെ, വെറുതെ എടുത്ത് കളിച്ചോട്ടെ, ആയാലില്ല അങ്ങനെ. അപ്പോൾ ആ പൂവ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചാടലുണ്ട്. ഞാൻ പിന്നെ ചാടി അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പൊടിയൊക്കെ തട്ടി പിന്നെ ആളിൽ ഷോഫൻ്റെ അവിടെ ഉണ്ടായിന് കേട്ടോ പൂവ്. അപ്പോൾ അതൊന്ന് പൊടി തട്ടി അതും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
നമ്മൾ പൊടിയൊക്കെ തട്ടി ലാസ്റ്റത്തെ തട്ടാ പൊടിയൊക്കെ തട്ടിയപ്പോൾ ഒരു ഇതാണ് പുതിന പോലൊക്കെ തോന്നില്ല നമുക്ക് ഇടക്കിടക്ക് പൊടി തട്ടണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഇതാണ് അപ്പോൾ ഇതിമ്മലൊക്കെ ഉണ്ട് എന്നിട്ട് പൊടി അതൊക്കെ പൂവൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി ഈ പൂവ് ഇടക്കിടക്ക് ജന്നക്കുട്ടി ഷോഫൻ്റെ അവിടെ നല്ല വെക്കല് ഇടക്കിടക്ക് പറിച്ചു വിടും കേട്ടോ ജന്നക്കുട്ടി അതേപോലെ അതിൻ്റെ ഇലയൊക്കെ ഉള്ളു പറിച്ചു വിടലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലൻ്റെ അടിയിലൊക്കെ പൊടി ഉണ്ടാകലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തോത്തി അതാണ് ഈ പൂവ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് ഓള് ഇടക്കിടക്ക് വലിച്ചിലുണ്ട് പിന്നെ നമ്മൾ മേശപ്പുറത്ത് ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ വെച്ചത് ഇല പോലത്തെ ഒരു ഇത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നല്ല പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ വേഗം വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കോണിമ കുറച്ച് ചെടികളുണ്ട് ഒരു 3-4 ചെടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് വെള്ളം നനച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് ചെടികൾക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുക്കാൻ വേണ്ടി നിന്നു ചിലപ്പോൾ എടുക്കും വറക്കും കേട്ടോ ഈ കോണിമരത്തെ ചെടികൾക്ക് വെള്ളം പറഞ്ഞു കൊടുക്കാൻ പിന്നെ എപ്പോൾ തോനെ പാറുണ്ട് മതി കുറച്ച് പറഞ്ഞു കൊടുക്കുന്നതോടും പിന്നെ കുഴപ്പമില്ല തോനെ വെള്ളം കുടിച്ചൊന്നുമില്ല കേട്ടോ വേണ്ട കുറച്ച് മതി കേട്ടോ അപ്പോൾ 2 ദിവസം ഒരു ദിവസം നനച്ചിട്ടില്ലേച്ച് കുഴപ്പത്തില്ല എന്നാൽ എന്ന് നനച്ചു കൊടുക്കുമ്പോൾ ഒരു ഉഷാറാണല്ലോ അതിന് പിന്നെ ഇന്നലെ നനച്ചു കൊടുക്കാൻ പറഞ്ഞിനി കേട്ടോ പിന്നെ ഏതായാലും വേഗം നനച്ച് ചിലപ്പോൾ ഓരോ പണീൻ്റെ അടിയിൽ നമ്മൾ മറക്കും രാവിലെ തന്നെ നമ്മൾ അടിച്ചിട്ട് തുടക്കണ മുമ്പ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അതങ്ങനെ പോവും പിന്നെ ചിലപ്പോൾ മറന്നു പോകും അപ്പം പിന്നെ അടിച്ചതിന് മുമ്പ് തന്നെ വെള്ളമൊക്കെ ഒന്ന് പാർന്നു കൊടുത്ത് പിന്നെ അതിമ്മ കുറച്ച് ഉണങ്ങിയ ഇലൊക്കെ ഉണ്ട് ഇതിനൊക്കെ പറിച്ച് ആ ചട്ടി തന്നെ ഇട്ട് കൊടുത്തുട്ടോ മണ്ണിൻ്റെ മേൽ തന്നെ ഇട്ട് കൊടുത്തുട്ടോ പിന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ജന്നപ്പീൻ്റെ ഒപ്പം കളിച്ചാൻ മടങ്ങി ഇരുന്നിട്ട് ഓൾക്ക് ഓളപ്പം അങ്ങനെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടം വേറെ പണിക്ക് പോകണതൊന്നും വലിയ ഇഷ്ടമില്ല അപ്പം ഇനി തുടക്കുമ്പോൾ ഓള് തുടക്കാൻ ചിലപ്പോൾ ഓളെയും കൊണ്ട് തുടക്കലുണ്ട് തുടക്കാറിനാൽ ഓള് ആ വെള്ളം അവിടെ ചിന്തും അങ്ങനെ കുറേ പരിപാടികൾ ഓള് കാട്ടിക്കൂട്ടും തിരുമ്പാൻ പോയാലൊക്കെ കേട്ടോ അവൾ അടങ്ങി ചിലപ്പോൾ കളിച്ചിരിക്കൂല കുറച്ച് നേരം പിന്നെ ഞാൻ ഓളപ്പം കളിച്ചിരുന്നു കേട്ടോ തിരുമ്പാൻ പോട്ടെ വേണ്ട ഞാൻ തുടക്കാട്ടെ കേട്ടോ അമ്മച്ചി ഇത് അടങ്ങി കളിച്ചണം കേട്ടാ ഇത് വെള്ളത്തിൽ കളിച്ചത് കേട്ടാ തുടക്കണ വെള്ളത്തിൽ കളിച്ചത് കേട്ടാ കളിച്ചു ഉണ്ടൂല അങ്ങനെ മുട്ടായി അങ്ങനെ പോവാണ് അല്ലേ വേഗം മുട്ടായി അങ്ങി കൊണ്ടുവരിക മുട്ടായി അങ്ങേ മുട്ടായി വാങ്ങി കൊണ്ടുവര് എവിടെ മുട്ടായി കൊണ്ടുവര് ആ മുട്ടായി ആ വണ്ടിയല്ലേ ജന്നെ മുട്ടായി കൊണ്ടുവരും അമ്മച്ചിക്ക് മുട്ടായി കൊണ്ടുവര് അപ്പൊ ജന്നക്ക് വേണ്ടേ മുട്ടായി ജന്നക്ക് മുട്ടായി വേണ്ടേ തിന്നാ നോക്കട്ടെ ജന്ന് തിന്നാ ജന്നൊരു പാട്ടടിക്ക കാക്കേ കൂടെ ഇവിടെ കൂടില്ല കാക്കാക്ക് കൂടില്ലല്ലോ എൻ്റെ പേരെന്താ എനിക്ക് പേരില്ല നോക്കട്ടെ എൻ്റെ പേരെന്താ ഞാൻ തിരുമ്പാൻ പോവട്ടെ ഞാൻ